അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഹിഷാം ബിൻ അബ്ദുൽ മലിക് ഖലീഫയാകുന്നതിന് മുമ്പ് ഒരിക്കൽ ഹജ്ജിന് പുറപ്പെട്ടു. ഹജ്ജിന് വന്ന് കഅബ തവാഫ് ചെയ്യുമ്പോൾ ജനത്തിരക്ക് കാരണം അയാൾക്ക് വളരെ പ്രയാസപ്പെടേണ്ടി വന്നു. അപ്പോൾ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവും അവിടെ തവാഫ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് പ്രയാസമൊന്നും അനുഭവപ്പെട്ടില്ല. കാരണം ആ മഹാത്മാവിൻ്റെ മുമ്പിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു മാറിക്കൊടുത്തുകൊണ്ടിരുന്നു. ഹജറുൽ അസ്വദ് ചുംബിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുമ്പോഴേക്ക് അവിടെയുള്ളവരെല്ലാം ഒഴിഞ്ഞു മാറി നിന്നു കൊടുത്തു. ഇത് കണ്ടപ്പോൾ ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിന് വലിയ മനക്ലേശമുണ്ടായി. അയാളോട് തൻ്റെ ആശ്രിതരിൽ ഒരാൾ ചോദിച്ചു, ഏതാണ് ആ മഹാൻ? അദ്ദേഹത്തെ ജനങ്ങൾ ഇത്ര ബഹുമാനിക്കാൻ കാരണം എന്താണ്? ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിന് ചോദ്യകർത്താവിനോട് അരിശം തോന്നി. മുഖം ചുളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, പോയി ചോദിച്ചു നോക്ക്. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രനെ അറിയാത്തത് കൊണ്ടല്ല അയാൾ ഇങ്ങനെ പറഞ്ഞത്, അസൂയ കൊണ്ടാണ്. ഇത് കേട്ടു നിന്നവരിൽ മഹാകവി ഫറസ്ദക്ക് റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. ഹിഷാമിൻ്റെ ഈ അസൂയ പ്രകടനം കവിയിൽ ധർമ്മരോഷം ഉണർത്തി. അദ്ദേഹം ഹിഷാമിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരു ബൈത്ത് പാടി. അതിൻ്റെ ആശയം ഇങ്ങനെയായിരുന്നു: അല്ലയോ രാജകുമാരനായ ഹിഷാമേ, നീ മഹാനെ അറിയില്ലെങ്കിൽ അറിഞ്ഞുകൊള്ളണം, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ്റെ പൗത്രനാണ്. ഒരു വൈജയന്തിയായി പരിരസിക്കുന്ന വിശുദ്ധനും മുത്തക്കിയുമായ പുണ്യാത്മാവാൻ. അദ്ദേഹത്തിൻ്റെ കാലടികളെ മക്കാ നഗരം തിരിച്ചറിയുന്നു, ഹറമും ഹറമല്ലാത്ത സ്ഥലങ്ങളും തിരിച്ചറിയുന്നു. വിശുദ്ധ കഅബയെ അദ്ദേഹം പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ പുണ്യകരം ചുംബിക്കാൻ കഅബ പോലും കൊതിക്കുന്നു. ഇല്ല എന്ന വാക്ക് ആ മഹാന്റെ നിഘണ്ടുവിലില്ല. ഈ മഹാനിൽ എല്ലാ മഹത്വവും സമ്മേളിച്ചിരിക്കുന്നുവെന്ന് ഏതൊരു ഖുറൈശിയും സമ്മതിക്കുന്നു. അവരാണല്ലോ മുത്തക്കീങ്ങളുടെ എന്നല്ല ലോകരുടെ മുഴുവൻ നേതാക്കൾ. അല്ലയോ ഹിഷാമേ, നീ മഹാനെ അറിയില്ലെങ്കിൽ അറിഞ്ഞുകൊള്ളണം, അദ്ദേഹം ഫാത്തിമ ബീവിയുടെ പൗത്രനാണ്. ഇദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പ അംബിയാ മുർസലുകളിൽ അവസാനത്തെ കണ്ണിയാണ്. ഹിഷാമേ, നീ നിഷേധിക്കുന്ന ഈ മഹാനെ അറബികളും അനറബികളും അറിയുന്നു. ലജ്ജയാൽ അദ്ദേഹം കണ്ണടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഗാംഭീര്യം കാണുന്നവരുടെ കണ്ണു ചിമ്മുകയും ചെയ്യുന്നു. പുഞ്ചിരി വിരിഞ്ഞു നിൽക്കുന്ന ചുണ്ടുകൾ കൊണ്ടല്ലാതെ സംസാരിക്കാത്ത പുണ്യാത്മാവാണ് അദ്ദേഹം. ഇത് കേട്ടപ്പോൾ ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ മുഖം കറുത്തു. പക്ഷേ ക്ഷമിക്കുകയല്ലാതെ ആ രാജകുമാരന് നിവൃത്തിയില്ലായിരുന്നു. മഹാകവി ഫർസക്കിനെ ശിക്ഷിക്കുന്നത് അപകടകരമാണെന്ന് അയാൾക്കറിയാം. മുസ്ലിം ലോകത്തിൻ്റെ കണ്ണിലുണ്ണിയായ ആ അനുഗ്രഹീത കവിയുടെ കയ്യിൽ അധികാരവും ചെങ്കോലുമില്ലെങ്കിലും സത്യവിശ്വാസികളുടെ ഹൃദയ സിംഹാസനത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ പ്രതിഭാശാലിയാണ്. അദ്ദേഹത്തോടുള്ള ക്രോധം കടിച്ചിറക്കിക്കൊണ്ട് ഹിഷാം അവിടെ നിന്നും വേഗം സ്ഥലം വിട്ടു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ അൻസ്വാരികളിൽപ്പെട്ട ഒരു വിഭാഗം ഇരിക്കുകയാണ്. അവരോട് അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, നിങ്ങളുടെ നേതാവ് ആരാണ്? അവർ പറഞ്ഞു, പിശുക്കനാണെങ്കിലും ഹർറു ബിൻ കൈസാണ് നേതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ അരുളി, പിശുക്കിനേക്കാൾ വലിയ രോഗം മറ്റെന്തുണ്ട്? നിങ്ങളുടെ നേതാവ് അംറു ബിനുൽ ജുമൂഹ് ആകട്ടെ. ഇത് കേട്ടുകൊണ്ടിരുന്ന പ്രസിദ്ധ കവി ഹസ്സാൻ റളിയല്ലാഹു അൻഹു അപ്പോൾ ഇങ്ങനെ പാടി:
ആ ബൈത്തിൻ്റെ ആശയം ഇങ്ങനെയാണ്: പരമസത്യവാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ നേതാവ് ആരാണെന്ന്. പിശുക്കനായ ഹർറ് ബിൻ കൈസാണെന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, പിശുക്കിനേക്കാൾ വലിയ രോഗമുണ്ടോ? ആ മാറോട്ടിൻ കഷ്ണം കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ എറിയുകയും പിന്നെ കൈ കഴുകുകയും ചെയ്യുന്നു. അത് പാടില്ല. അംറ് ബിനുൽ ജുമൂഹിനെ നിങ്ങൾ നേതാവാക്കുവിൻ. ഉദാര മനസ്കരാണ് നേതൃത്വത്തിന് അർഹർ. യാചകർ അദ്ദേഹത്തെ സമീപിച്ചാൽ അദ്ദേഹം തൻ്റെ കൈവശമുള്ളതെല്ലാം നാളേക്കുള്ള സൂക്ഷിപ്പ് സ്വത്തായി അവർക്ക് വിട്ടുകൊടുക്കുന്നു. അല്ലയോ ഹർറ് ബിൻ കൈസേ, താങ്കൾ ഈ സുവർണാവസരം പാഴാക്കിയല്ലോ. ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കവിത ഹർറ് ബിൻ കൈസിന് മാനസാന്തരം ഉണ്ടാക്കി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് പ്രതിജ്ഞ എടുത്തു, തൻ്റെ സമ്പാദ്യം മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച ശേഷമേ ഇനി തലയിൽ എണ്ണ തേക്കുകയുള്ളൂ എന്ന്. താമസം ബിനാതെ നടപ്പിൽ വരുത്തുകയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയുമുണ്ടായി. ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ ഹസ്സാൻ, വർണ്ണനയിൽ വശ്യശക്തിയുണ്ട്, കവിതയിൽ തത്വജ്ഞാനവുമുണ്ട്. ഷെയ്ഖ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഏറ്റവും വലിയ ഔദാര്യം സ്വന്തം കൈവശമുള്ളതെല്ലാം ദാനം ചെയ്യുകയും അന്യരുടെ കൈവശമുള്ളതൊന്നും ആഗ്രഹിക്കാതിരിക്കലുമാകുന്നു. ഇതിന് ഏറ്റവും വലിയ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമായിരുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സാമ്രാജ്യത്തിൻ്റെ അധിപൻ കൂടിയായിരുന്നു. പക്ഷേ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ ഒരു പൈസ പോലും സമ്പാദിച്ചു വെച്ചിരുന്നില്ല. കിട്ടിയതെല്ലാം ദാനം ചെയ്യലായിരുന്നു അവിടുത്തെ പതിവ്. ഷെയ്ഖ് അബൂ ജഅഫർ മുഹമ്മദ് ബിൻ അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ തവാഫ് ചെയ്യുമ്പോൾ ഉറക്കെ കരയാൻ തുടങ്ങി. ആളുകൾ ഇത് കണ്ട് അമ്പരം നിന്നു. ചിലർ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങിങ്ങനെ ഉറക്കെ കരഞ്ഞാൽ ആളുകൾ വിഷമിക്കും. അവർ അങ്ങയെ നോക്കി അമ്പരന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? ഷെയ്ഖ് അവർകൾ പറഞ്ഞു, ആളുകൾ എന്തെങ്കിലും വിചാരിച്ചു കൊള്ളട്ടെ. അള്ളാഹു തൻ്റെ കനിവിൻ്റെ നോട്ടം എന്നിലേക്ക് നോക്കിയാൽ ഞാൻ രക്ഷപ്പെടുമല്ലോ. ആളുകളെ പിന്നെ എന്തിനാണ് ഞാൻ ഭയപ്പെടുന്നത്? തവാഫ് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഇബ്രാഹിം മക്കാമിനരികെ നിന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും അവിടെ കണ്ണുനീർ തളം കെട്ടി നിന്നിരുന്നു. പിന്നെ അദ്ദേഹം താഴെ ഞാൻ ഈ പറയുന്ന ആശയം ഉൾക്കൊള്ളുന്ന ഒരു ബൈത്ത് പാടുകയാണ്. ശ്രദ്ധിക്കുക, ഐഹിക സുഖാനുഭവങ്ങൾ ഉറങ്ങുന്നവൻ്റെ പേക്കിനാവ് പോലെയാണ്. ഇതൊന്നും ശാശ്വതമല്ല, വെറും ക്ഷണികം മാത്രമാണ്. നീ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇന്നലെ വരെ നീ അനുഭവിച്ച സുഖങ്ങൾ മുഴുവൻ നശിച്ചു പോയി. അഥവാ ആ സുഖങ്ങൾ അപ്പോൾ മാത്രമാണ് നീ അനുഭവിച്ചത്, പിന്നെ അതില്ല. സ്വപ്നവും അതും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? സ്വപ്നത്തിൽ കാണുന്ന സുഖങ്ങളും ഇതുപോലെ തൽക്കാലം നീ ആസ്വദിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ബോധക്ഷയമുണ്ടായി. ആളുകൾ ഓടിച്ചെന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ എന്നെ ശുശ്രൂഷിക്കാൻ നിങ്ങൾ വന്നു. എന്നാൽ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ദിവസം ആരാണ് എനിക്കുണ്ടാവുക? ഇല്ല, അന്ന് ഓരോരുത്തരും നഫ്സി നഫ്സി എന്ന് കേഴുകയായിരിക്കുമല്ലോ. പിന്നെ അദ്ദേഹം, നരകമാണ് എനിക്ക് പ്രതിഫലം ലഭിക്കുന്നതെങ്കിൽ എൻ്റെ അട്ടഹാസം കേട്ട് ഓടിയെത്താൻ ആരുമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ബോധം കെട്ട് വീഴുകയാണ്. അള്ളാഹു മഹാനോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.